ആക്രമണത്താൽ തകർന്നു. റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായിരുന്ന ഈ ആക്രമണകാരികൾ കൈയടക്കി. അവരിൽ ഒരു വിഭാഗങ്ങളായിരുന്നു ഫ്രാങ്കുകൾ. ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി കരോലിഞ്ചിയർ വംശജനായ ഷാലമീൻ ആയിരുന്നു. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെക്കാൾ വിസ്തൃതമായിരുന്നു ഷാലമീന്റെ സാമ്രാജ്യം. കത്തോലിക്ക മതമേധാവിയായിരുന്ന പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊംബാർഡുകൾ എന്ന ആക്രമണകാരികളിൽ നിന്ന് ഷാലമീൻ രക്ഷിച്ചു. ഇതിന് പ്രത്യുപകാരമായി ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി. തുടർന്ന് സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യമെന്ന് അറിയപ്പെട്ടു. എങ്ങനെയാണ് വിശുദ്ധ റോമാ സാമ്രാജ്യം ഉദയം ചെയ്തത്? കത്തോലിക്ക മതമേധാവിയായിരുന്ന പോപ്പ് ലിയോ മൂന്നാമനെ നാടോടികളായ ലൊംബാർഡുകളിൽ നിന്ന് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധ ചക്രവർത്തിയായ ഷാലമീൻ രക്ഷിച്ചു. ആക്രമണകാരികളിൽ നിന്ന് രക്ഷിച്ചതിന് പ്രത്യുപകാരമായി ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തി. ഇതിനെ തുടർന്നാണ് വിശുദ്ധ റോമാ സാമ്രാജ്യം ഉദയം കൊണ്ടത്. സമർത്ഥനായ യുദ്ധവീരനും കഴിവുറ്റ ഭരണകർത്താവുമായിരുന്നു ഷാലമീൻ. പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളെയും അദ്ദേഹം തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും സാമ്രാജ്യത്തെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്നു. പ്രാദേശിക ഭരണം കൗണ്ടുകൾ എന്നറിയപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ മിസൈ ഡൊമിനിസി എന്ന രഹസ്യ വിഭാഗത്തെ നിയമിച്ചു. സാധുജനങ്ങൾക്കായി ദുരിതാശ്വാസ നിധികൾ ആരംഭിച്ചു. ഷാലമീന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. അതിനെ തുടർന്നുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാരണത്തെ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്നറിയപ്പെടുന്നു. ഷാലമീന്റെ മരണത്തോടെ ഫ്രാങ്കിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും കാലക്രമേണ ശിഥിലമാവുകയും ചെയ്തു. ഇനി എന്താണ് അറേബ്യൻ സാമ്രാജ്യം എന്ന് നോക്കാം. ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശം ആദ്യകാലത്ത് അറേബ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു. മധ്യകാല ലോകത്ത് സവിശേഷമായ സംഭാവനകൾ നൽകിയ ജനതയാണ് അറബികൾ. സാംസ്കാരിക മേഖലയിൽ അറബികൾ നൽകിയ സംഭാവനകളെക്കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തും അറബികൾ നിരവധി സംഭാവനകൾ നൽകി. ഇസ്ലാം മത പ്രവാചകൻ മുഹമ്മദ് നബി അറബ് രാഷ്ട്രത്തിന്റെ തലവൻ കൂടിയായിരുന്നു. ഇനി മുഹമ്മദ് നബിയെ